പ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് പതിനായിരക്കണക്കിന് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ക്ഷേത്രം കാണാനും ഇപ്പോഴത്തെ രാമവിഗ്രഹം ഇരിക്കുന്ന പഴയ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും കച്ചവടക്കാരും വഴിയോര കച്ചവടവുമെല്ലാം സജീവം. രാജ്യമെമ്പാടും നിന്നും ഭക്തർ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. തീർത്ഥാടകരെ സഹായിക്കാൻ രാമജന്മഭൂമി തീർത്ഥാടന ട്രസ്റ്റ് തന്നെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ലോക്കർ റൂമുകളുടെയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ജനുവരി 15 ആദ്യഘട്ടത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി തീർക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും. तैयारी यहाँ पे बहुत अच्छी हो रही है. अभी जो हमने राम जी का देखा वो छोटे पर के रूप थे. अभी मंदिर को बहुत अच्छा भव्य रूप में बनाया जा रहा है. അയോധ്യ നഗരത്തിന് പുറത്തു നിന്നും മറ്റു വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെയോ SP-യുടെയോ പ്രത്യേക അനുമതി വാങ്ങണം. നഗരത്തിലുടനീളം സുരക്ഷ ശക്തമാണ്. ക്ഷേത്രത്തിനെതിരെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കെതിരെയും ഭീഷണി സന്ദേശം അയച്ച 2 പേരെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ലക്നൌവിൽ നിന്നും പിടികൂടി. ഗോണ്ട സ്വദേശികളാണ് പിടിയിലായ തഹർ സിംഗും ഓംപ്രകാശ് മിശ്രയും. ജനുവരി 15 അടുക്കുമ്പോൾ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം തന്നെ അയോധ്യയിലേക്ക് ഒഴുകിയെത്തും. തിരക്ക് നിയന്ത്രിക്കാനും ദർശനം എളുപ്പമാക്കാനും വേണ്ട ക്രമീകരണങ്ങൾ അയോധ്യയിൽ ഉടനീളം ഒരുക്കിയിട്ടുണ്ട്. ജഗദീഷ് വിഷ്ണുപ്പം, അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.